ഹലോ എവ്രിവൺ. ഫിസിക്കൽ സയൻസിൻ്റെ സിലബസിൽ മൊഡ്യൂൾ 4 നൽകിയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പോർഷനാണ് അല്ലെങ്കിൽ ഒരു ടോപ്പിക്കാണ് അനിശ്ചിതത്വ സിദ്ധാന്തം അല്ലെങ്കിൽ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ എന്നത്. ഹൈസൻബർഗിൻ്റെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ നമ്മൾ +2 തലത്തിൽ തന്നെ ഫിസിക്സിൽ പഠിച്ചു തുടങ്ങിയ കാര്യമാണ്. പിന്നീട് ക്വാണ്ടം മെക്കാനിക്സ് നമ്മൾ എവിടെയെല്ലാം പഠിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം നമുക്ക് വളരെയേറെ പ്രധാനപ്പെട്ടതായി വന്നതാണ് നമ്മുടെ ഈ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ അനിശ്ചിതത്വ സിദ്ധാന്തം. അപ്പോൾ HSC ഫിസിക്കൽ സയൻസിന് പ്രിപ്പയർ ചെയ്യുന്നവരാണോ നിങ്ങൾ? വളരെ കൃത്യതയോടെ സിലബസ് അധിഷ്ഠിതമായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു തുടങ്ങിയാൽ നമുക്ക് തീർച്ചയായും HSC ഫിസിക്കൽ സയൻസ് ക്രാക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഒരു മികച്ച സപ്പോർട്ടിനായി സ്പാർട്ടൻസ് നിങ്ങൾക്കൊപ്പമുണ്ട്. മുൻ വർഷങ്ങളിൽ കെമിസ്ട്രി ബേസ്ഡ് എക്സാംസിന് ഞങ്ങളുടെ വിജയികളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. 8301981157 എന്ന ഞങ്ങളുടെ നമ്പറുമായി ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സ്റ്റഡി പ്ലാനും അതോടൊപ്പം സിലബസ് ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളും ലഭിക്കുന്നതാണ്. അപ്പോൾ ഇന്ന് തന്നെ നമുക്ക് ഒന്നിച്ച് പഠിച്ചു തുടങ്ങാം. നമുക്ക് നോക്കാനുള്ളത് ഹൈസൻബർഗിൻ്റെ അനിശ്ചിതത്വ സിദ്ധാന്തം അല്ലെങ്കിൽ ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ ആണ്. പറഞ്ഞതുപോലെ തന്നെ ഫിസിക്സിലെ വളരെ പ്രധാനപ്പെട്ടതും വളരെ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ളതുമായ ഒരു സിദ്ധാന്തമാണ് അനിശ്ചിതത്വ സിദ്ധാന്തം. ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ഏറ്റവും പ്രബലമായിട്ടുള്ള ഒരു ബിൽഡിംഗ് ബ്ലോക്കാണ് ഈ പറയുന്ന അനിശ്ചിതത്വ സിദ്ധാന്തമെന്ന് നമുക്കറിയാവുന്നതാണ്. 1927 ജർമ്മൻ ഫിസിസിസ്റ്റായ വേർണർ ഹൈസൻബർഗ് ഈ ഒരു തത്വം മുന്നോട്ട് വച്ചത്. അദ്ദേഹത്തിന് 1932 നോബൽ സമ്മാനവും ഇതിന് ലഭിക്കുകയുണ്ടായി. പക്ഷെ 1933 അദ്ദേഹം അത് സ്വീകരിച്ചതെങ്കിൽ പോലും 1927 തന്നെ ഈ പറയുന്ന ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ഒരു ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് എന്ന നിലയിൽ അനിശ്ചിതത്വ സിദ്ധാന്തം വളരെ ശ്രദ്ധേയമായിട്ടുണ്ട്. എന്താണ് ഹൈസൻബർഗിൻ്റെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ പറയുന്നതെന്ന് നമുക്ക് നോക്കാം. അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ പ്രധാനമായിട്ടും രണ്ട് വേരിയബിൾസിന് തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് പറയുന്നത്. ആ വേരിയബിൾസിന് വിളിക്കുന്ന പേര് കനോണിക്കലി കോൺജുഗേറ്റ് വേരിയബിൾസ് അഥവാ കനോണിക്കലി കോൺജുഗേറ്റ് പെയേഴ്സ് എന്നാണ്. എന്താണ് ഇത്തരം കനോണിക്കലി കോൺജുഗേറ്റ് വേരിയബിൾസിന്റെ പ്രത്യേകത എന്നുള്ളതാണ് ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. സിദ്ധാന്തം പറയുന്നത് ഇതാണ്: ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു ഡിറ്റർമൈൻ പ്രിസൈസ്ലി ആൻഡ് സൈമൾട്ടേനിയസ്ലി ദ വാല്യൂ ഓഫ് both the numbers of a pair of physical variables which describe the motion of an atomic system. നമുക്കറിയാം, ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ക്വാണ്ടം ലെവൽ എന്ന് പറയുന്നത് നമ്മുടെ നോർമൽ വേൾഡിൽ നമുക്ക് സ്വായത്തമായൊരു കാര്യമല്ല. മറിച്ച് ക്വാണ്ടം ലെവൽ എന്ന് പറയുമ്പോൾ അത്രയ്ക്കും വളരെ മൈന്യൂട്ട് പാർട്ടിക്കിൾസിനെ കുറിച്ചാണ് നമ്മളവിടെ ഡീൽ ചെയ്യുന്നത്. അറ്റമിക് ലെവലിലുള്ള പാർട്ടിക്കിൾസിനെയും സിസ്റ്റത്തിനെയും കുറിച്ചാണ് നമ്മളവിടെ പഠിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സിസ്റ്റത്തിൽ നമുക്ക് ഒരു പെയർ, അതായത് 2 പേര്, അപ്പോൾ ഒരു ജോഡി വേരിയബിൾസ്. ആ വേരിയബിൾസിൻ്റെ പ്രത്യേകത, ആ വേരിയബിൾസിൽ ഏതെങ്കിലും ഒരെണ്ണത്തിന് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാനായി സാധിക്കൂ? വളരെ കൃത്യതയോടും വളരെ പ്രിസൈസ് ആയിട്ടും കണ്ടുപിടിക്കാൻ സാധിക്കൂ എന്നാണ് ഹൈസൻബർഗിൻ്റെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ മുന്നോട്ട് വയ്ക്കുന്ന സിദ്ധാന്തം. അതായത് ഒരു സൂക്ഷ്മ കണത്തിൻ്റെ ചില ജോഡിരാശികൾ ഒരേ സമയം പൂർണ്ണമായും കൃത്യതയോടെയും നിർണ്ണയിക്കാൻ സാധ്യമല്ല എന്നാണ് ഈ തത്വത്തിലൂടെ പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരു പെയർ ആൾക്കാരുടെ കാര്യമാണ് പറഞ്ഞത്. അതായത് 2 പേര് കാണും. ആ 2 പേരിൽ ഞാൻ ഒന്നാമത്തെ ആളിനെ കുറിച്ച് പഠിക്കാൻ തുടങ്ങി. ആ ആളുടെ വില എന്താണ്, ആ ആളുടെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ വളരെ കൃത്യമായിട്ട് പഠിക്കാൻ തുടങ്ങി. പക്ഷേ
ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ പറയുന്നത് ഞാൻ ഒന്നാമത്തെ ആളെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങിയാൽ എനിക്ക് അയാളെക്കുറിച്ച് മാത്രമേ ആ ഒരു പെർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈമിൽ പഠിക്കാനായി സാധിക്കൂ. മറിച്ച് രണ്ടാമത്തെ ആളിനെ കുറിച്ചുള്ള വിവരങ്ങൾ ആ സമയത്ത് എനിക്ക് അപ്രാപ്യമായിരിക്കും എന്നാണ്. സാധാരണ നമ്മുടെ ഈ ഒരു മാക്രോസ്കോപ്പിക് വേൾഡിലാണെങ്കിൽ നമുക്ക് രണ്ട് വേരിയബിൾസ്, ഇപ്പോൾ വെലോസിറ്റി, പൊസിഷൻ തുടങ്ങിയ രണ്ട് വേരിയബിൾസ് നമുക്ക് സ്മൂത്ത് ആയിട്ട് കണ്ടെത്താൻ പറ്റും. പക്ഷേ മൈക്രോസ്കോപ്പിക് ലെവലിലോട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ ആറ്റമിക് ലെവലിലോട്ട് പോകുമ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ നമുക്ക് വളരെ പ്രിസൈസ് ആയിട്ട്, അതാണ് അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വേർഡ്, പ്രിസൈസ് ആയിട്ടും സൈമൾട്ടേനിയസ് ആയിട്ടും കണ്ടെത്താൻ സാധിക്കില്ല. ഒരേ സമയം തന്നെ എനിക്കത് കണ്ടെത്താൻ സാധിക്കില്ല. എനിക്കിപ്പോൾ ഒരേ സമയം കണ്ടെത്താൻ സാധിച്ചാൽ അതിൻ്റെ മെഷർമെന്റ് വാല്യൂ പ്രിസൈസ് ആയിരിക്കില്ല. ഇൻ കേസ് ഞാൻ പ്രിസൈസ് ആയിട്ട് കണ്ടെത്താൻ സാധിച്ചാൽ സൈമൾട്ടേനിയസ് ആയിട്ടത് നടക്കില്ല എന്നർത്ഥം. അതായത് ഏതെങ്കിലും ഒരു കാര്യം മാത്രമേ അറ്റ് എ ടൈം നടക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് തോന്നാം അത് ചിലപ്പോൾ നമ്മൾ മെഷർ ചെയ്യുന്ന ഏതെങ്കിലും ഉപകരണത്തിന്റെ തകരാറാവാം, അല്ലെങ്കിൽ ആ ഒരു പ്രക്രിയ, ആ ഒരു പ്രോസസ്സിന്റെ കുഴപ്പമാകാം. പക്ഷേ ഹൈസൻബർഗ് പറയുന്നത് ഇതൊന്നുമല്ല, മറിച്ച് ഇത് നമ്മുടെ പ്രകൃതിയുടെ തന്നെ ഒരു മൗലിക നിയമമാണ്, അത് അങ്ങനെ സാധിക്കൂ എന്നാണ് ഈ പറയുന്ന ഹൈസൻബർഗിന്റെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ പറയുന്നത്. അപ്പോൾ നമ്മൾ +2 ലെവലിൽ പഠിച്ചിട്ടുള്ളത് കനോണിക്കലി കോൺജുഗേറ്റ് വേരിയബിൾസ് അല്ലെങ്കിൽ കനോണിക്കലി കോൺജുഗേറ്റ് പെയേഴ്സ് എന്ന പേര് പറഞ്ഞിട്ടല്ല, മറിച്ച് നമ്മൾ അതിൻ്റെ ഒരു സ്പെസിഫിക് കേസ് മാത്രമാണ് +2 ലെവലിൽ ഫിസിക്സിൽ പഠിച്ചിട്ടുള്ളത്. അതായത് ഹൈസൻബർഗിന്റെ ദ്വന്ദ്ങ്ങൾ അല്ലെങ്കിൽ ഹൈസൻബർഗിന്റെ ഡുവൽസ് എന്ന രീതിയിൽ ഒന്നിലധികം പെയേഴ്സ് ഉണ്ട്. അതായത് സ്ഥാനവും പ്രവേഗവും ചേർന്ന ഒരു പെയർ, ഊർജവും സമയവും ചേർന്ന മറ്റൊരു പെയർ, കോണീയ സ്ഥാനാന്തരവും കോണീയ ആക്കവും ചേർന്ന മറ്റൊരു പെയർ. അപ്പോൾ നമുക്ക് നോക്കാം. സ്ഥാനവും പ്രവേഗവും എന്ന് പറയുമ്പോൾ എന്താണ്? പൊസിഷൻ ആൻഡ് വെലോസിറ്റി ആണ്. പൊസിഷനും വെലോസിറ്റിയും അവർ രണ്ടുപേരും കൂടെ നോക്കിയാൽ അവർ രണ്ടുപേരും ഒരു പെയർ, ഒരു കനോണിക്കലി കോൺജുഗേറ്റ് പെയർ ആണ്. അതായത് ഞാൻ അറ്റ് എ ടൈം സ്ഥാനാന്തരവും പ്രവേഗവും മെഷർ ചെയ്യാൻ ശ്രമിച്ചാൽ രണ്ടുപേരുടെയും വാല്യൂ എനിക്ക് ഒരേ സമയത്ത് വളരെ കൃത്യമായി കണ്ടെത്താൻ സാധിക്കില്ല. ഇതേ കേസാണ് ആർക്ക്? ഊർജം, സമയം എന്നിവയുടെ കേസിലും. കാരണം എന്താണ്? ഞാൻ ഊർജത്തെയും സമയത്തെയും ഒരേ സമയം മെഷർ ചെയ്യാൻ പോകുന്നു. വളരെ കൃത്യതയോടെ മെഷർ ചെയ്യാൻ പോയാൽ രണ്ടുപേരെയും എനിക്ക് ഒരേ സമയത്ത് വളരെ കൃത്യമായി മെഷർ ചെയ്തെടുക്കാൻ സാധിക്കില്ല. ഇതേ കാര്യമാണ് ആരുടെ കേസിലും? കോണീയ സ്ഥാനാന്തരത്തിന്റെയും കോണീയ ആക്കത്തിന്റെയും കേസിലും. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ആളെ വളരെ വിശദമായി തന്നെ നോക്കാം. സ്ഥാനപ്രവേഗ അനിശ്ചിതത്വം. ഇതാണ് നമ്മൾ പണ്ട് മുതൽക്കേ പഠിച്ചു വരുന്ന ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളിൽ നമ്മളോട് ആര് ചോദിച്ചാലും നമ്മൾ പറയുന്നത് എന്താണ്? ഇതാണ് അല്ലേ? ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു മെഷർ ബോത്ത് പൊസിഷൻ ആൻഡ് മൊമെന്റം ഓഫ് ആൻ ഇലക്ട്രോൺ അറ്റ് ദ സെയിം ടൈം എക്സാക്ട്ലി. ഇതാണ് നമ്മൾ പറയുന്നത്. പക്ഷേ കുറച്ചുകൂടി ജനറലൈസ് ചെയ്ത ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് കനോണിക്കലി കോൺജുഗേറ്റ് പെയേഴ്സ് വെച്ചിട്ട് പറയുമ്പോഴാണ്. ഇവിടെ സ്ഥാനപ്രവേഗ അനിശ്ചിതത്വം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻ ആയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്പെഷ്യൽ കേസ് ആയിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റും. ഇപ്പോൾ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. എന്താണ്? ഒരു വസ്തുവിന്റെ സ്ഥാനം, ആ വസ്തുവിന്റെ പ്രത്യേകത എന്താണ്? അത് അറ്റോമിക് ലെവലിലുള്ള പാർട്ടിക്കിൾ ആയിരിക്കും. അത് ഇലക്ട്രോൺ ആവാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു സബറ്റോമിക് പാർട്ടിക്കിൾ ആവാം. അങ്ങനെയുള്ള മൈക്രോസ്കോപ്പിക് ലെവലിലുള്ള പാർട്ടിക്കിൾ ആയിരിക്കും. അങ്ങനെയുള്ള ഒരു വസ്തുവിന്റെ സ്ഥാനവും ആക്കവും, ഇപ്പോൾ നമുക്കറിയാം, നമ്മൾ പ്രവേഗം വെച്ച് പറഞ്ഞു, പ്രവേഗത്തിന്റെ കൂടെ അല്ലെങ്കിൽ പ്രവേഗത്തിനെ ആ വസ്തുവിന്റെ മാസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ആക്കം കിട്ടും, അല്ലെങ്കിൽ മൊമെന്റം കിട്ടും. ആക്കം എന്താണ്? മൊമെന്റം ആണ്. സോ ഒരു വസ്തുവിന്റെ സ്ഥാനവും ആക്കവും കൃത്യമായി ഒരുമിച്ച്, ഇത് രണ്ടുമാണ് പ്രധാനപ്പെട്ട വാക്കുകൾ. കൃത്യതയും ഒരുമിച്ച് എന്നുള്ളത് സൈമൾട്ടേനിയസ് ആയിട്ട് ആൻഡ് പ്രിസൈസ് ആയിട്ട്, പ്രിസൈസ്ലി ആൻഡ് സൈമൾട്ടേനിയസ്ലി നമുക്ക് മെഷർ ചെയ്യാൻ പറ്റില്ല എന്നാണ് ഹൈസൻബർഗ് പറഞ്ഞിട്ടുള്ളത്. ചലിക്കുന്ന ഒരു വസ്തുവിനാണ് നമ്മൾ സാധാരണഗതിയിൽ എന്തു പറയുന്നത്? പ്രവേഗം പറയുന്നത് അല്ലെങ്കിൽ ആക്കം പറയുന്നത്. അങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിനെ സംബന്ധിച്ച് അതിൻ്റെ സ്ഥാനവും അതിൻ്റെ പ്രവേഗവും ഒരേ സമയത്ത് വളരെ കൃത്യമായി നമുക്ക് പറയാനായിട്ട് സാധിക്കുകയില്ല.
ഈ തത്വം ദ്രവ്യത്തിന്റെ തരംഗ കണികാദിത്വത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. നമുക്കറിയാം വേവ് പാർട്ടിക്കിൾ ഡ്യുവാലിറ്റി അല്ലെങ്കിൽ ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്റർ, നമുക്ക് അങ്ങനെ തന്നെ ഒരു പാഠം +2 ലെവലിലുണ്ട് ഫിസിക്സിൽ. അപ്പോൾ വേവ് പാർട്ടിക്കിൾ ഡ്യുവാലിറ്റിയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഈ പറയുന്ന സ്ഥാനപ്രവേഗ അനിശ്ചിതത്വം മുന്നോട്ട് വന്നിട്ടുള്ളത്. ഏതെങ്കിലും ഒന്ന് കൂടുതൽ കൃത്യമായി നിർണയിക്കുമ്പോൾ മറ്റേതിന്റെ നിർണതയിൽ എന്ത് വരും? അകൃത്യത ഏറും എന്ന് പറഞ്ഞാൽ അതിനകത്ത് ആക്യുറസി കുറയാണ് ചെയ്യുന്നത്. നമ്മൾ സ്ഥാനമാണ് കൃത്യമായി നിർണയിക്കാൻ നോക്കിയാൽ പ്രവേഗം അതിന്റെ കൃത്യത കുറയും, അതിന്റെ വാല്യൂ കുറച്ചുകൂടി ആക്യുറസി കുറഞ്ഞു വരും. ഇനി തിരിച്ച് ആണ് നമ്മൾ പ്രവേഗമാണ് ആക്യുറേറ്റ് ആയിട്ട് കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ സ്ഥാനത്തിന്റെ വാല്യൂവിൽ ആക്യുറസി കുറയും. ഇനി ഞാൻ രണ്ട് പോയിന്റ് ഓഫ് ടൈമിലാണ് ചെയ്യാൻ ശ്രമിക്കുന്നതെങ്കിൽ പ്രശ്നമില്ല. പക്ഷെ അറ്റ് എ ടൈമിൽ രണ്ടും എനിക്ക് ഒരേപോലെ കണ്ടെത്താനായിട്ട് സാധിക്കില്ല. എത്ര കൂടുതൽ കൃത്യതയോടെ കണികയുടെ സ്ഥാനം നിർണ്ണയിക്കും എന്നതിനനുസരിച്ച് ഉപയോഗിക്കുന്ന പ്രകാശത്തിന്റെ തരംഗദൈർഘ്യം കുറഞ്ഞിരിക്കണം. അതായത് ഇത് ആ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ടെക്നിക്കാണ്. നമ്മൾ പ്രകാശത്തെ യൂസ് ചെയ്തിട്ടാണ് ഇത്തരത്തിൽ കണികളുടെ സ്ഥാനം കണ്ടെത്താനായിട്ട് ഉപയോഗിക്കുന്നത്, അതായത് മൈക്രോസ്കോപ്പിക് ലെവലിൽ. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഒന്ന് കൂടുന്നതിനനുസരിച്ച് മറ്റത് കുറഞ്ഞു വരുന്നു. അതുകൊണ്ട് തന്നെ കണികയുടെ പ്രവേഗം അവിടെ കൂടുതലായിട്ട് അഫക്റ്റ് ചെയ്യും. നമ്മൾ പൊസിഷനാണ് പ്രോപ്പറായിട്ട് കണ്ടെത്താൻ ശ്രമിക്കുന്നതെങ്കിൽ അവിടെ പ്രവേഗം അല്ലെങ്കിൽ വെലോസിറ്റി അത് ബാധിക്കും. സോ വെലോസിറ്റിയുടെ വാല്യൂവിൽ എറർ സംഭവിക്കും. എത്ര കൂടുതലായി കണികയുടെ സ്ഥാനം നിർണ്ണയിക്കാൻ കഴിയുമോ അത്ര കുറച്ചു മാത്രമേ അതിന്റെ പ്രവേഗം നിർണ്ണയിക്കാൻ കഴിയൂ. ഇതാണ് ആ ബേസിക് പോയിന്റ്. ഏതെങ്കിലും ഒരു വാല്യൂ കനോണിക്കലി കോൺജുഗേറ്റ് ആയിട്ടുള്ള പെയർ, അതിപ്പോൾ നമ്മളിവിടെ എടുത്തത് പൊസിഷനും മൊമെന്റവുമാണ്, അതായത് സ്ഥാനവും ആക്കവുമാണ്. അവർ രണ്ടുപേരെയും നമുക്ക് അറ്റ് എ ടൈം എന്ത് ചെയ്യാൻ സാധിക്കില്ല? കൃത്യതയോടുകൂടി കണ്ടെത്താൻ സാധിക്കില്ല. അതിനു വേണ്ടിയിട്ട് ഹൈസൻബർഗ് ഒരു ഇനിക്വാളിറ്റി കണ്ടെത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു സൂത്രവാക്യം കണ്ടെത്തിയിട്ടുണ്ട്. ഇത് സമവാക്യം എന്ന് പറയാൻ പറ്റില്ല, അവിടെ സമമല്ല, അവിടെ ഒരു അസമത്വമാണ് വരുന്നത്. അതായത് ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് ഞാൻ സ്ഥാനം കണ്ടുപിടിച്ചപ്പോൾ അവിടെ ഉണ്ടായ അനിശ്ചിതത്വമാണെന്ന് ഇരിക്കട്ടെ. ഡെൽറ്റ പി എന്ന് പറയുന്നത് ഞാൻ പ്രവേഗം കണ്ടുപിടിച്ച സമയത്തുണ്ടായ അനിശ്ചിതത്വമാണെന്ന് ഇരിക്കട്ടെ. ആ സമയത്ത് അദ്ദേഹം കണ്ടെത്തിയ സമവാക്യം എന്ന് പറയുന്നത് ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ പി, അതായത് സ്ഥാനനിർണയത്തിലെ അനിശ്ചിതത്വവും പ്രവേഗ നിർണയത്തിലെ അനിശ്ചിതത്വവും ഇവർ രണ്ടുപേരെയും കൂടെ നമ്മൾ പ്രോഡക്റ്റ് എടുക്കുന്നു, അല്ലെങ്കിൽ ഇവർ രണ്ടുപേരും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന വില എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും h/4π എന്ന് പറയുന്ന ഒരു സ്ഥിരാങ്കത്തെക്കാൾ കൂടുതലോ അതിന് തുല്യമോ ആയിരിക്കുമെന്നാണ് പറയുന്നത്. എന്താണ് ഇതിന്റെ അർത്ഥം? ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ പി എന്ന് പറയുന്ന ആ ഒരു പ്രോഡക്റ്റ് വാല്യൂ, ആ വാല്യൂ എന്ന് പറയുന്നത് h/4π എന്ന് പറയുന്ന സ്ഥിരാങ്കത്തെക്കാൾ കൂടുതലായിരിക്കും, അല്ലെങ്കിൽ അതിനോട് ഈക്വൽ ആയിരിക്കും എന്നാണ് ആര് നിർവചിച്ചിട്ടുള്ളത്? ഹൈസൻബർഗ് നിർവചിച്ചിട്ടുള്ളത്. ഇവിടെ h എന്താണെന്ന് നമ്മൾ ക്വാണ്ടം മെക്കാനിക്സ് പഠിക്കുമ്പോൾ തന്നെ ഓൾറെഡി പഠിച്ചിട്ടുള്ള കാര്യമാണത്. പ്ലാങ്ക് സ്ഥിരാങ്കമാണ്. പ്ലാങ്ക് സ്ഥിരാങ്കത്തിന് ഒരു കോൺസ്റ്റന്റ് വിലയാണ് ഉള്ളത് എന്നും അതിന്റെ വില എത്രയാണ് എന്നും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു കോൺസ്റ്റന്റ് വിലയായിരിക്കും. ആ സ്ഥിരമായിട്ടുള്ള ഒരു വിലയേക്കാൾ കൂടിയ വിലയായിരിക്കും എപ്പോഴും ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ പിക്ക് ഉണ്ടായിരിക്കുക എന്ന് ഓർക്കുക. അപ്പോൾ നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത് ഹൈസൻബർഗിന്റെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ ആണ്. ഈ ഹൈസൻബർഗിന്റെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളിന്റെ നമ്മൾ ഒന്നാമത് പഠിച്ചത് സ്ഥാനവും പ്രവേഗവുമാണ്. അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഊർജവും സമയവും തമ്മിലുള്ള ബന്ധമാണ്. ഇതും അതുപോലെ തന്നെയാണ്. ഊർജത്തിന്റെ നിർണയത്തിൽ ഉണ്ടാകുന്ന ഒരു ചെറിയ വ്യത്യാസം, അത് ഡെൽറ്റ ഇയും സമയത്തിന്റെ നിർണയത്തിൽ ഉണ്ടാകുന്ന അനിശ്ചിതത്വമായ ഡെൽറ്റ ടിയും തമ്മിൽ നമ്മൾ പ്രോഡക്റ്റ് എടുക്കുമ്പോൾ നേരത്തെ കിട്ടിയതുപോലെ തന്നെ നമുക്ക് എന്ത് കിട്ടും? h/4πയേക്കാൾ കൂടുതലായിരിക്കും ഈ വില എന്ന് നമുക്ക് കിട്ടും. ഇനി നമ്മൾ കോണീയ സ്ഥാനാന്തരവും കോണീയ ആക്കവും തമ്മിലുള്ള അനിശ്ചിതത്വം എടുത്താലും ഇതേ കാര്യം തന്നെയാണ് നടക്കുന്നത്. ഡെൽറ്റ തീറ്റ എന്ന് പറയുന്നത് കോണീയ സ്ഥാനാന്തരവും ഡെൽറ്റ എൽ എന്ന് പറയുന്നത് കോണീയ ആക്കവും ആണെങ്കിൽ, അവരുടെ നിർണയത്തിൽ ഉണ്ടാകുന്ന അനിശ്ചിതത്വം ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഇവരുടെ പ്രോഡക്റ്റ് എടുക്കുമ്പോൾ കിട്ടുന്ന വിലയും h/4πയേക്കാൾ കൂടുതലായിരിക്കും എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതായത് ഏതൊരു കനോണിക്കലി കോൺജുഗേറ്റ് പെയർ എടുത്തിട്ട് അതിന്റെ വാല്യൂ നമ്മൾ നിർണ്ണയിക്കാൻ ശ്രമിച്ചു. ആ സമയത്ത് നമുക്ക് കിട്ടുന്ന അൺസർട്ടനിറ്റി, അതാണ് ഈ ഡെൽറ്റ വാല്യൂ. ആ ഒരു അനിശ്ചിതത്വത്തിന്റെ പ്രോഡക്റ്റ് എടുത്താൽ നമുക്ക് കിട്ടുന്നത് എപ്പോഴും h/4π എന്ന വിലയേക്കാൾ കൂടിയ ഒരു വിലയായിരിക്കുമെന്നാണ് ആര് പറഞ്ഞിട്ടുള്ളത്? ഹൈസൻബർഗ് പ്രവചിച്ചിട്ടുള്ളത്.
ഓക്കെ, ഇതാണ് ഹൈസൻബർഗിന്റെ അനിശ്ചിതത്വ സിദ്ധാന്തം. സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു.